ബിജു സോപാന സംഗീതത്തിൻ്റെയും SP ശ്രീകുമാറിൻ്റെയും എതിരെ വന്നിട്ടുള്ള ഒരു പീഡന പരാതി, ഉപ്പുമുളക് സീരിയലിൻ്റെ സെറ്റിൽ വെച്ച് നടന്നിട്ടുള്ള ആ ഒരു പീഡന പരാതിയെ തുടർന്ന് നമ്മൾ ലാസ്റ്റ് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ പല വീഡിയോസിനകത്തോടെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ഈ വന്നേക്കുന്ന ഈ ഒരു പരാതി സത്യമാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവരെല്ലാം പുഷ്പയുടെ ആൾക്കാരാണ്. കാരണം പ്രായം ഇത്രയായിട്ടും താഴത്തിലിട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഇത് സത്യം എന്താണെന്ന് തെളിയിക്കേണ്ടത് കോടതിയാണ്. ഓക്കെ, അപ്പം ഇതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു വാർത്ത വന്നപ്പോഴത്തേക്കിന് ഒരുപാട് ആളുകൾ ആ സീരിയലിൽ ഉണ്ടായിരുന്ന ഓരോ ആക്ട്രസിനെയും ഇന്ന ആളാണോ മറ്റേ ആളാണോ മറിച്ച ആളാണോ എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ നിരന്തരം ഓരോ ആളുകളുടെ പൊക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഉൾപ്പെട്ട ഒരാളായിരുന്നു ഗൗരി. അപ്പം ഗൗരി എന്ന് പറയുന്ന ആ ഒരു ആക്ട്രസ് വന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇങ്ങോട്ട് ഞാൻ പ്ലേ ചെയ്യാം. ഹായ്, ഞാൻ ഗൗരി. ഹായ്, ഞാൻ സാത്താൻ. ഞാൻ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ന്യൂസ് റിലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഈവൻ പലയിടത്തും എനിക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട്. സ്വാഭാവികം, കുറെ കോൾസും മെസ്സേജും വന്നുള്ള ആൾക്കാരില്ലേ, ഇത് നീയാണോ നിന്നോടാണോ ഇങ്ങനെ ചെയ്തേ, കാണും, സ്വാഭാവികം. സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം, എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല. അപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത്, എന്താണ് റീസൺ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ഷിംല വരെ. ഞാൻ 20th റിട്ടേൺ വന്നതേ ഉള്ളൂ. വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും. ഓക്കെ, ഷിംല വരെ ഒരു ട്രിപ്പിന് പോയേക്കായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് സീരിയലൊന്നും അധികം കാണാതിരുന്നത് എന്നുള്ളതാണ് ഇപ്പം ഗൗരി എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നത്. എന്തുകൊണ്ടും വന്ന് പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ടും നന്നായി. കാരണം നമ്മുടെ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷമാണ് കമൻറ്റ് ബോക്സുകളിലെല്ലാം നിരന്തരം ഗൗരി അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഇങ്ങനെ ആളുകൾ വീഡിയോസ് അല്ല മീൻസ് ഈ കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പം അത്തരം ആളുകളുടെ മുന്നിലേക്ക് ഇത്തരം ഒരു മറുപടി വന്നിട്ടുള്ളത് എന്തുകൊണ്ട് നന്നായി. കാരണം ഇല്ലെങ്കിൽ ഈ പുള്ളിക്കാരി തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഇതിനെ ബ്ലെയിം ചെയ്ത് തൂക്കിലേറ്റി ശിക്ഷ അവർ തന്നെ നടപ്പാക്കും എന്നുള്ള രീതിയിലുള്ള പരിപാടിയാണ്. അറിയാലോ, നമ്മുടെ നാട്ടിലെ ആൾക്കാരല്ലേ. ഇനി ഇതിനെ തുടർന്നിട്ട് നമ്മുടെ പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്ന ചാനലിനകത്തൊരു മുൻ SP ആണോ DYSP ആണോ പുള്ളി വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പുള്ളിക്ക് കുറച്ച് സോഴ്സ് ഉണ്ട്, ഈ പോലീസിൽ തന്നെ കുറച്ച് സോഴ്സ് ഉണ്ട്. അതിൽ നിന്ന് പുള്ളി മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കുന്നുണ്ട്. സീരിയൽ നടി ഹേമ കമ്മിറ്റി മുമ്പ് അന്നേ കൊടുത്ത പരാതിയിൽ FIR ആകുന്നത് ഇപ്പോഴാണ്. ഓക്കെ, ഇത്രയും നാൾ പരാതി കൊടുത്തിട്ട് FIR ആവുന്നത് ഇപ്പോഴാണ്. അതായത് നമ്മൾ ഈ സിനിമയ്ക്കകത്തൊരു ഡയലോഗ് പറയത്തില്ലേ, ജസ്റ്റിസ് ഡിനൈഡ് ഈസ് ജസ്റ്റിസ് ഡിലേഡ് എന്ന് പറയുന്നത്. ഏതാണ്ട് അങ്ങനത്തെ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരുപാട് ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ ഇതൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇത്ര നിരന്തരം കേസുകൾ ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ അതിൻ്റെ ഒരു ഡിലേ വരുന്നത് ഓക്കെ. പക്ഷേ FIR ഇപ്പോഴാണോ രജിസ്റ്റർ ചെയ്യുന്നതെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലത്. ഇവർക്ക് രണ്ടുപേർക്കെതിരായി FIRൽ അവർ ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്നത് അവർ ഡ്രസ്സ് മാറുന്നിടത്തോടെയോ മൊബൈലോ ക്യാമറ വെച്ച് അവരുടെ ഫോട്ടോ എടുക്കൂ എന്നുള്ള ആരോപണമാണ്. എടാ സോമ, പരിപാടി കൊള്ളാലോ, ഒളിക്യാമറ. അത് കൊള്ളാം. അത് സീരിയൽ സെറ്റിൽ ഇത്രയും ക്യാമറകൾ ഉണ്ടായിട്ടും, ഇത്രയും ഹൈ റെസൊല്യൂഷനിൽ ഇത്രയും വില കൂടിയ ക്യാമറകൾ ഉണ്ടായിട്ടും അതിൻ്റെ ഇടയിൽ കൂടെ ഫോണിൻ്റെ ക്യാമറയിൽ കൂടെ ഏത് ക്യാമറയാണെന്ന് ഓർക്കുന്നത് നമുക്കറിയത്തില്ല, അതിൻ്റെ തെളിവുകൾ കിട്ടിയിട്ടില്ല. എന്നാലും ഇത്രയും ക്യാമറകൾ ഉണ്ടായിട്ടും ഇത്രയും പബ്ലിക്കായിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ടും അതൊന്നും പോരാ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഷൂട്ട് ചെയ്യുക. ഇതിൻ്റെ എന്താ പറയുക, പ്രൊഡ്യൂസർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കി ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങളുടെ ബൈറ്റൊക്കെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് പുറത്ത് വിടുകയാണ് എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. അവരെ ലൈംഗികമായി അവരെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ അത് 376 റേപ്പിൻ്റെ പരിധിയിലല്ല കാര്യങ്ങൾ വരുന്നത്. ലൈംഗിക അതിക്രമം കാണിച്ചിരിക്കുന്ന അവർ ഡ്രസ്സ് മാറുന്നിടത്ത് ഫോട്ടോ എടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഈ ഒരു സംഭവത്തെപ്പറ്റി സംസാരം ഉണ്ടായപ്പം അതിനകത്ത് ഇയാളുടെ സുഹൃത്ത് ശ്രീകുമാർ SP ആ നടിയെ ഭീഷണിപ്പെടുത്തി. കേട്ടല്ലോ, SP ശ്രീകുമാർ ഭീഷണിപ്പെടുത്തി. അതായത് നമ്മുടെ ബിജു സോപാനമാണ് ഒളിക്യാമറ പരിപാടി, കുൽസുഖം പരിപാടി കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഇയാൾ കുറ്റവാളിയാണ് എന്ന് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതിനു മുന്നേ മീഡിയാസിൻ്റെ മുന്നിലേക്ക് ഇങ്ങനെയുള്ള ആളുകളുടെ പേരുകൾ എത്തി. ഓക്കെ, ഇതിൽ സത്യം ഉണ്ടായിരിക്കാം, സത്യം ഇല്ലാതിരിക്കാം. എന്തായാലും ബാക്കി കൂടെ നമുക്ക് കേൾക്കാം. തീർച്ചയായിട്ടും ആ ഭീഷണി ഇൻറ്റിമിഡേഷനാണ്, ഭീഷണിയാണ്. അത് 506(2) വകുപ്പിനകത്ത് വരും. ഏതായാലും പ്രവൃത്തി അത്ര നന്നായില്ല. അത് ഇവരുടെ ഇമേജ് തകർത്ത് കളഞ്ഞു. ഇമേജ് തകർത്തോന്നോ, വലിച്ചു കീറി അങ്ങ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു പരാതി വന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മീഡിയാസിൻ്റെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളുകൾക്കെതിരെ എന്തെങ്കിലും ഇത്തരം പരാതി വരുന്നുണ്ടോയെന്ന് കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. ഉറക്കം പോലില്ല. പലപ്പോഴും പല രാത്രികൾ ഇവർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ഇതിലാരെങ്കിലും തിരിയിട്ട് കത്തിച്ചായിരുന്നെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. ഓക്കെ, ഞാൻ ഇപ്പോഴും പറയുന്ന കാര്യം, ഇതിനകത്ത് ഞാൻ ലാസ്റ്റ് വീഡിയോക്കകത്ത് എൻ്റെ സംശയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒന്ന്, ഇപ്പം ഇതിനകത്ത് ന്യൂസിനകത്തൊക്കെ വന്നിട്ടുള്ള, ഞാൻ അതുകൂടെ ഇവിടെ വെച്ച് ലിങ്ക് കൊടുത്തില്ല, ന്യൂസിനകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഒരു പുതുതായിട്ട് വന്നിട്ടേക്കുന്ന ഒരു ആക്ട്രസ് എന്നുള്ള രീതിയിലായിരുന്നു. അപ്പം കരിയറിൻ്റെ ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന
നിൽക്കുന്ന അത്തരം ഒരു ആക്ട്രസ് വെറുതെ വന്നിട്ട് ഇവർക്കെതിരെ ഇത്തരം ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതി കള്ളമാണെങ്കിൽ, ഇപ്പോൾ സത്യമാണെങ്കിൽ പോലും അവരുടെ മുന്നോട്ടുള്ള കരിയർ ഫ്യൂച്ചറിനെ നല്ല രീതിയിൽ ബാധിക്കും. കാരണം ഈ ഫീൽഡിൽ അങ്ങനെയാണല്ലോ. അപ്പം നല്ല രീതിയിൽ മുകളിൽ നിന്നും സൈഡിൽ നിന്നും എല്ലാം പണി കിട്ടും ഇവർക്ക്. പിന്നീട് ഈ ഒരു ഫീൽഡിൽ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞ പ്രയാസമായിരിക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെറുതെ ഫേക്ക് ആയിട്ട് ഒരു ലേഡി വന്നിട്ട് ഇത്തരം ഒരു പരാതി കൊടുക്കുമോ? ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഇത്തരം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഇത്തരം ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്തരം ഒരു പീഡന അതിക്രമം കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുമെന്നുള്ളത്. അപ്പോഴാണ് ഇപ്പോൾ നമുക്ക് പിന്നീട് ഈ പുള്ളി പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അതായത് ഒളി ക്യാമറയായിട്ട് പോയിരിക്കുന്നത്. അത്തരം പീഡനം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലോട്ട് എത്തിയിട്ടില്ല, അതിന് മുന്നേ ഉള്ള ഒളി ക്യാമറ പരിപാടിയിലോട്ട് എത്തിയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. പിന്നീട് SP ശ്രീകുമാർ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് ഇത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. പീഡനം പോലെ തന്നെ വന്നിരിക്കുന്ന ഏറ്റവും എന്താ പറയുക ക്രൂവലായിട്ടുള്ളൊരു പരിപാടി തന്നെയാണ് ഇത്. നിങ്ങളുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു സ്പേസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രൈവസി എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരം മറ്റൊരാൾ ഷൂട്ട് ചെയ്തിടാന്ന് പറഞ്ഞ് ഇത് ഞാനത് അങ്ങനെ വലിയ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ ചെയ്തിട്ടുള്ളത് നല്ല ബോർ പരിപാടിയാണെന്നല്ല പറയേണ്ടത്, തന്തയില്ലായ്മയാണ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം തന്തയില്ലാത്ത പരിപാടിയാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വരുന്നത് ഇവരുടെ ഈ ഒരു ഫിലിം സെറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സീരിയൽ സെറ്റിൽ നിന്ന് ആളുകളുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടും ഇവിടെ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് റിപ്പീറ്റഡ്ലി ഈ ഒരു സെറ്റിൽ ഇങ്ങനെ നടക്കുക എന്നുള്ളത് ഞാനൊരു ക്ലിപ്പോടെ വെക്കാം. ഇതിനകത്ത് കുറേ നാൾ മുന്നേ വന്നാണ് അവിടുത്തെ ഒരു ഡയറക്ടറിനെ പറ്റിയിട്ട് പറയുന്ന സംഭവമാണ്. അതായത് പുള്ളി സ്ത്രീകളോട് ചില ആണുങ്ങൾ കാണിക്കുന്ന ചില വൃത്തിയിട്ട ആറ്റിറ്റ്യൂഡുകൾ എൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനെ ഭയങ്കരമായിട്ട് എതിർത്തു കഴിഞ്ഞപ്പോൾ പിന്നെയും പുള്ളി നമ്മൾ എത്രയൊക്കെ ആട്ടി ഓടിച്ചാലും പിന്നെയും വരും ഇങ്ങനെ നല്ല ചിക്കാനും തോണ്ടാനും ഒക്കെ ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ സാറേ എനിക്ക് ഇഷ്ടമല്ല, പിന്നെ അങ്ങനെ മോശം വേർഡ്സ് യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞ സാറേ എനിക്ക് ഇഷ്ടമല്ല, എന്നോട് പറയാലോ എനിക്ക് ഇഷ്ടമല്ല, ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല, എന്നോട് പറയരുതെന്ന് പറഞ്ഞിട്ടും പിന്നെയും പുള്ളി പിന്നെ അങ്ങനത്തെ വേർഡ്സൊക്കെ വന്നപ്പോൾ പിന്നെ എൻ്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കും, പിന്നെ എൻ്റെ അടുത്ത് ഇടി പൊടി എന്നൊക്കെ വിളിയൊക്കെ എന്നോട് ദേഷ്യം അങ്ങനെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ദേഷ്യം വരുമല്ലോ. ഇടി പൊടിയും മറ്റോളെ മറിച്ചോളെ എന്നൊക്കെ വിളി തുടങ്ങി. അപ്പം ഞാൻ ശ്രീകണ്ഠ സാറിനെ വൈഫിനെ വിളിച്ചു പറഞ്ഞു, ശ്രീകണ്ഠ സാറിനെ വിളിച്ചു പറഞ്ഞു. ശ്രീകണ്ഠ സാറ് വന്നു വാൺ ചെയ്തു. പുള്ളി എടുത്ത് പറഞ്ഞു മേലെ ഇനി ഇത് ഉണ്ടാവരുതും, കാരണം അതിനുശേഷം ഈ പുള്ളിക്ക് എന്നെ ഇഷ്ടമല്ല. അതെന്ന് വെച്ചാൽ ഇഷ്ടമെന്ന് വെച്ചാൽ എന്നോട് ദേഷ്യമായല്ലോ. അതിനുശേഷം തന്നെ എങ്ങനെയൊക്കെ ഒരു ആർട്ടിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ലേഡിയെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാമോ മാനസികമായിട്ട് അതുപോലൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാനെന്റെ കാരണം കൊണ്ടാണ് ഞാൻ മിക്ക ദിവസങ്ങളിൽ അവിടെ അഭിനയിച്ചിട്ടുള്ളത്. അവിടെ ലൊക്കേഷനുള്ള എല്ലാവർക്കും അറിയാം ആ കാര്യം. ബീച്ചേട്ടൻ എന്നിട്ട് ബാലു എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ബീച്ചേട്ടൻ പുള്ളിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, സാർ എന്തിനാ ഇങ്ങനെ പുള്ളിക്കാരി എന്തിനിങ്ങനെ വേദനിപ്പിക്കാൻ, ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി എന്താണ് എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് നിഷ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിഷ ഡള്ളായിട്ട് അഭിനയിക്കുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അതേ സെറ്റിൽ തന്നെ മുമ്പ് നടന്നിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇങ്ങനെ ഒരു പരാതി പറഞ്ഞപ്പോഴത്തേക്കിന് ശ്രീകണ്ഠൻ നായർ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വന്നേക്കുന്നത് ഒരു വാണിംഗ് കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഒരു ഫ്ലവേഴ്സ് ടിവിയുടെ ഭാഗത്തു നിന്ന്. ഇപ്പം നമ്മൾ മാതൃകാപരമായിട്ടുള്ളൊരു ശിക്ഷ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇനി അത് റിപ്പീറ്റ് ആക്കാനെ കൊണ്ട് അയാൾ ഭയക്കണം എന്നുള്ള രീതിയിലൊരു പരിപാടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് അങ്ങനെ ഒരു കാര്യം ഇവരെടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനൊരു സംഭവം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. കാരണം അന്ന് ഈ പറയുന്ന പോലെ ഈ ഒരു ഡയറക്ടറിനെ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഔട്ടാക്കുന്ന രീതിയിലൊരു പരിപാടി ചെയ്തിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇനി മേലാൽ ഒരാൾ ഇതുപോലെ ചെയ്യരുത് എന്നുള്ള രീതിയിലുള്ള അത്രയ്ക്കും ഇതായിട്ടുള്ളൊരു ശിക്ഷ അയാൾക്ക് കിട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലൊരു നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ സെറ്റിൽ ഇതുപോലെ റിപ്പീറ്റുള്ള ഇതുവരെ വരും. അപ്പം ഇവർ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ ഇവർ ഓൾറെഡി ആലോചിക്കില്ലേ, കാര്യം അന്ന് മുമ്പ് ആ ഒരു ഡയറക്ടർ ഇങ്ങനെ പെരുമാറിയതിൻ്റെ പേരിൽ അയാൾക്ക് ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ നമ്മൾ ഇന്നിത് ചെയ്യുമ്പോൾ അങ്ങനെ വരും, അല്ലെങ്കിൽ ഇതിനേക്കാൾ രൂക്ഷമായിരിക്കും നമ്മുടെ അവസ്ഥ എന്നവർ സ്വാഭാവികമായിട്ടും ചിന്തിക്കൂലേ. ഇത് ഇവരുടെ ഈ ഒരു സെറ്റിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമെന്നാണ്. കാര്യം എന്ന് വെച്ചാൽ നിരന്തരം ഇത്തരം പീഡന കേസുകളൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നതിൻ്റെ ഒരു കാരണം എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ നാട്ടിലെ ശിക്ഷാരീതി എത്രത്തോളമാണെന്നുള്ളത് ആലോചിച്ച് നോക്കാമല്ലോ അല്ലേ. അപ്പം അതിനനുസരിച്ച് കാരണം അത്രയും മാത്രമേ നമ്മൾ പേടിപ്പിക്കുന്ന രീതിയിൽ അത്രയും ശിക്ഷ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ ഏതൊരുത്തിനും മറ്റൊരു സ്ത്രീയുടെ അവരുടെ അനുവാദമില്ലാതെ തൊടാൻ പേടിക്കും. ഓക്കെ, പെണ്ണുങ്ങൾ പെടുത്തുന്ന കാര്യം അത് വേറെ, അതൊരു സൈഡിൽ നിൽക്കണം. അങ്ങനെ പെടുത്തുന്ന പെണ്ണുങ്ങളെ ആണെങ്കിൽ അവർക്കും ഇതുപോലെ മാതൃകാപരമായിട്ട് പേടിക്കുന്ന ശിക്ഷ അവർക്കും കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഗൗരി എന്ന് പറയുന്ന ആ ഒരു ലേഡിക്ക് നേരെ ഇത്രയും ആളുകൾ ഇയാളാണോ പുള്ളിക്കാരിയാണെന്ന് പറഞ്ഞ് കോളും മെസ്സേജും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോഴത്തേക്കും നേരെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നേരെ ഇട്ട്, കാര്യം പുള്ളിക്കാരിയല്ല. ഓക്കെ, ആ ഒരു ലേഡി കാണിച്ച ആ ഒരു ധൈര്യം എന്തുകൊണ്ട് ഈ SP ശ്രീകുമാറും നമ്മുടെ വിജു സോപാന സംഗീതവും കാണിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവരുടെ ഭാഗത്ത് നിരപരാധിത്വം ഉണ്ടെങ്കിൽ അവർ തെറ്റുകാരല്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വന്നിട്ട് നേരെ വീഡിയോ എടുത്തിട്ട് ഞങ്ങളാരും തെറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന് മുന്നിൽ തെളിയിക്കപ്പെടട്ടെ, ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞൊരു വീഡിയോ ഇടാത്ത എന്തുകൊണ്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് അവർക്ക് പറയാമല്ലോ.
അല്ലേ? കാര്യം ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് ഞാൻ ഈ ദിവ്യ ശ്രീധർ എന്ന് പറയുന്ന മാമിനെ, അതായത് നമ്മുടെ ക്രിസ് വേണുഗോപാൽ, ദിവ്യ ശ്രീധർ പലർക്കും അറിയുമായിരിക്കും. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ആ മാമിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്ന ടൈമിൽ അപ്പം പുള്ളിക്കാരി ഇതുപോലെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു എന്നും അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കാനെ കൊണ്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒക്കെ പുള്ളിക്കാരെ ഒരു ഇൻ്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഫീൽഡിൽ, ഈ ഒരു സീരിയൽ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഈ ഒരു കരിയറിൽ ഇങ്ങനെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗിളാണ്. അവർ നല്ല രീതിയിൽ സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് സീരിയലിൽ. എന്താ പറയുക, ഒരേപോലെ ആണുങ്ങളും അനുഭവിക്കുന്നുണ്ട്, ഒരേപോലെ പെണ്ണുങ്ങളും അനുഭവിക്കുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്ത്രീകൾക്ക് കുറച്ചുകൂടെ കൂടുതലായിരിക്കുമല്ലോ ഫിനാൻഷ്യലി, അല്ലെങ്കിൽ ഫാമിലി ഒറ്റയ്ക്ക് നോക്കേണ്ടി വരുന്ന ചില സ്ത്രീകൾക്കാണെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക്. ഇവർക്ക് മുന്നോട്ടുള്ള കരിയർ എന്ന് പറഞ്ഞ് അവർ നോക്കി നിൽക്കെ ഇത്തരം സംഭവങ്ങൾ, അനുഭവങ്ങൾ അവർക്ക് നേരിടുമ്പോഴത്തേക്കിന് ഗതികെട്ട അവസ്ഥയാണ് അവരുടെ. കാര്യം ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് പലപ്പോഴും ഇഗ്നോർ ചെയ്തിട്ട് ഒഴിഞ്ഞു മാറി പോകേണ്ട പല അവസ്ഥ അവർക്ക് വരുന്നുണ്ട്. കാര്യം മുന്നോട്ട് ഫ്യൂച്ചർ കരിയർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പലർക്കും നിൽക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നവരുടെ നിങ്ങളൊന്ന് ആലോചിക്കുക അവരുടെ എത്രത്തോളം വലിയ ദുരവസ്ഥയാണെന്നുള്ളത്. കാര്യം അത്രയും പാഷനേറ്റ് ആയിട്ട് ഒരു ഫീൽഡിൽ നിന്നിട്ട് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനെ കൊണ്ട് ബിൽഡ് ചെയ്ത് നിൽക്കുമ്പം ഇത്തരം ചില ആളുകൾ, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് കുറേ വന്നേക്കുന്ന കുറച്ച് ആൾക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇതിനകത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ ആരും അല്ലെങ്കിൽ തെറ്റുകാരാണെന്ന് ഇപ്പോഴും നമ്മുടെ പുറലോകത്തെ അറിയിച്ചിട്ടില്ല. അത് വേറൊരു കോമഡി അതൊരു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. നമ്മുടെ ഹേമ കമ്മിറ്റി എന്ന് തന്നെ പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കോമഡിയാണ്. കാര്യം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമുള്ള അത് കൂടുതലായിട്ട് ഞാൻ പറയണ്ടല്ലോ. അപ്പം ഞാൻ പറയുന്നത്ര മാത്രമേ ഉള്ളൂ, ഇവർ തെറ്റുകാരാണ് എന്ന് ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, തെറ്റുകാരാണെങ്കിൽ കാണിച്ചിരിക്കുന്നത് തന്തയില്ലാത്ത പരിപാടിയാണ്. അതിന് എന്താ പറയുക, രൂക്ഷമായിട്ടുള്ള ശിക്ഷാ നടപടി കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം വീഡിയോ വരാൻ വയ്യൻ്റെ കാരണം വേറൊന്നുമല്ല, ഞാൻ ലാസ്റ്റിട്ട വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ മറ്റൊരു ചാനൽ പൊക്കിയെടുത്തുകൊണ്ട് വരുന്നതിൻ്റെ അവിടുത്തെ കുറച്ച് വീഡിയോ ക്രിയേഷൻ, എഡിറ്റിംഗ് പരിപാടി കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ ദിവസം രാത്രി തൊട്ട് താണ്ട് ഈ സമയം വരെ അതിൻ്റെ എഡിറ്റിലിരിക്കുമായിരുന്നു. അതിൻ്റെ ഇത് തിരക്കൊണ്ടാണ്, കണ്ടൻറ്റ് പോലും നോക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പം നമുക്കിനിയും വീഡിയോസായിട്ടൊക്കെ കാണാം. അപ്പോൾ ശരി, ബൈ.